ഹലോ, നല്ല നമസ്കാരം. കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കിണ്ണം കാച്ചിയ പടം. സിനിമയ്ക്ക് വേണ്ടി പണമിറക്കിയ സിനിമ. ലോകത്തിലെ ഏത് ഫിലിം മേക്കേഴ്സിൻ്റെ മുമ്പിലും ഇത് എടുത്തിട്ടിട്ട് പ്രൗഡോടുകൂടി നമുക്ക് പറയാൻ പറ്റും, നടുവ് നിവർന്ന് എന്ന് പറയാൻ പറ്റും. ഇതാണ് മോനെ സിനിമ, ഇതാണ് ഇന്ത്യൻ സിനിമ. റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സോൾ. ടെക്നിക്കൽ എക്സിക്യൂഷൻ ഒരു രക്ഷയില്ലാത്ത സാധനം. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കാന്താരയുടെ പൂർവ്വലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാന്താര എങ്ങനെ ഉണ്ടായി, കാന്താരയിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, കാന്താരയിലെ വീരപുരുഷനായിട്ടുള്ള മനുഷ്യൻ ഈശ്വര പൂന്തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്, ബംഗാര രാജവംശത്തിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കഥ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൈർഘ്യം കൂടുമെന്നതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. 2022 നമ്മൾ കണ്ടിട്ടുള്ള കാന്താര, ആദ്യം ഈ സിനിമ കണ്ടിട്ട്, ഈ ലെജൻഡ് അത് കണ്ടിട്ട് ആ സിനിമ പോയി കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നിന്നും പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ യുക്തിപരമായിട്ട് ഒരുപാട് ചിന്തകൾ നൽകിക്കൊണ്ടാണ് ഈ സിനിമയുടെ കഥാപരിസരത്ത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്, ചാപ്റ്റർ 2. അതിൻ്റെ പുതുവഴികൾ കൂടി തുറന്നിട്ടിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ, നെഗറ്റീവ് ഘടകങ്ങളും ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ്, നമ്പർ 1, വിഷ്വൽ. ഒരു രക്ഷയില്ലാത്ത സാധനം. വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാം. കളറിങ്, സൗണ്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈനിങ്, VFX, ഓരോ സീനും ക്യാമറ വച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ. കാട്, അവിടുത്തെ ജനങ്ങൾ, വലിയൊരു ഗുഹ, ആ ഒരു ഗുഹ പോലെ ഇരിക്കുന്ന ഒരു കിണർ, ആ സാധനം അത് സെറ്റാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് അത് ക്യാച്ച് ചെയ്തിരിക്കുന്ന ക്യാമറയിൽ. ഇൻ്റർവെല്ല് പഞ്ച്, മലയുടെ മുകളിലെ ആ ഫൈറ്റ്, ഇവരുടെ ലവ് സീന്, ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, റോമാഞ്ചിഫിക്കേഷൻ വന്നിട്ട് തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ കൈയടിച്ച്. അത്രയും കിട്ടുന്ന സാധനം. തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അവസാനത്തെ 1/2 മണിക്കൂറുണ്ടല്ലോ, ആ കൊട്ടിക്കലാശം ഉണ്ടല്ലോ, ഇതാണ് സിനിമ എന്ന് പറയാൻ തോന്നുന്ന ഒരു പ്രൗഡ് സാധനം. റൈറ്റിങ്ങിൽ നമ്മുടെ ഷെട്ടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സർപ്രൈസ് നൽകുന്നതിനും ട്വിസ്റ്റ് നൽകുന്നതിനും ഓരോ ക്യാരക്ടർ എലിവേറ്റ് ചെയ്തിരിക്കുന്ന രീതി, സ്പെഷ്യലി ആ ലാസ്റ്റിലെ 4 കഥാപാത്രങ്ങൾ, ആ 4 കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്ന രീതി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, തുടങ്ങുന്ന ആ ഒരു കാട്ടിലെ ഫൈറ്റ് മുതൽ ക്ലൈമാക്സ് വരെയുള്ള പോർഷൻ, ആക്ഷൻ കൊറിയോഗ്രാഫി പിച്ചെടുത്ത് അവസാനത്തെ ആ ഒരു യുദ്ധം ഉണ്ടല്ലോ, ആ പോര്, എന്തു സ്റ്റൈലായിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈനിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയും സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു തേര് ഒരു സ്ഥലത്തേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഒരു സാധനം, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ വിഷ്വൽ, ആ ഷോട്ടുകളൊക്കെ എടുത്തു വച്ചിരിക്കുന്ന സ്റ്റൈല്, അതോടൊപ്പം തന്നെ പിന്നെ ഈ ദൈവം ശരീരത്തോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീന്, ഇതിനെയൊക്കെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ വഹിച്ചു വെച്ചിരിക്കുന്ന പങ്കുണ്ടല്ലോ, ചെറുതൊന്നുമല്ല, കിടിലം എന്ന് വെച്ചാൽ കിടിലം. VFX ടീം ഒരു കാലഘട്ടത്തെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് VFX ചെയ്തിരിക്കുന്നത്. ഒരുപാട് അനിമൽസ് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അതിനെ എല്ലാം തന്നെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ, കാഴ്ചക്കാരനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഓരോ അവതാരങ്ങളുടെയും, ഓരോ കഥാപാത്രങ്ങളുടെ അവതാരങ്ങളുടെയും ആ അവതാരങ്ങളെ മനോഹരമാക്കാൻ വേണ്ടി VFX ടീം നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഈ ഋഷഭ് ഷെട്ടിക്ക് എന്താണ് അവാർഡ് കൊതി വല്ലയാണോ? ഞാൻ സംശയിക്കുകയാണ്.
ഇത് എന്ത് ഗ്രേസാണ് ഈ മനുഷ്യന്, എന്ത് പവറാണ്, എന്ത് എനർജിയാണ് ഈ മനുഷ്യന്. പെർഫോമൻസ് അവസാനത്തെ ആ പോർഷന് വേണ്ടി മാത്രം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാത്തവനും കൊടുത്തു പോകും. അത്രയ്ക്കും കിടില്ല പവർഫുൾ പാക്ക് സാധനം. ആ ഒരു സാധനത്തെ ഈ മൊത്തത്തിൽ ഈ സിനിമയെ ക്യാരി ചെയ്യുന്നത് ഈ മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം എടുത്തു വച്ചിരിക്കുന്ന ആ എഫോർട്ടും അദ്ദേഹത്തിൻ്റെ ആ ടീം വർക്കും ഒരു രക്ഷയില്ലാത്ത സാധനം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നായിക രുക്മിണി വസന്ത്. രുക്മിണിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, സിനിമാ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതാണെന്ന് ഞാൻ പറയുന്നു. തന്ത്രശാലിയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു രാജകുമാരി. ഒരുപക്ഷെ കാന്താരയിലെ നായികയായിട്ടായിരിക്കും ഒരുപക്ഷെ രുക്മിണി ഇനി നാളെ അറിയപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വില്ലൻ ഗുൽഷാൻ, നെഗറ്റീവ് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ആൾക്കാരെ വെറുപ്പിച്ച് കൊല വിളിച്ച്. സത്യം പുള്ളിക്കാരനോടുള്ള ആ രാജകുമാരൻ ലൈഫ് എൻജോയ് ചെയ്യാണ്. പക്ഷേ ഈ കാണുന്നവനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഗുൽഷാൻ ചെയ്തു വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെ കേസും പറയണം. ജയറാമേട്ടൻ ഈ തമിഴ് സിനിമയിലൊക്കെ പോയി കിടന്ന് നാരായണക്കല്ല് എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇതിൽ കിടിലം പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതാണ് നമ്മുടെ ജയറാം എന്ന് പറയാൻ തോന്നുന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രമോദ് ഷെട്ടിയും അദ്ദേഹത്തിന് കൊടുത്ത റോളും നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിലെ പാട്ടുകൾ എനിക്ക് അത്ര സുഖിച്ചിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് പാട്ട് അത്ര കണ്ട് സുഖിച്ചില്ല. അതോടൊപ്പം തന്നെ ഇൻ്റർവെല്ലിന് മുമ്പുള്ള കുറേ സീനുകൾ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ക്രിസ്പി ആക്കാമായിരുന്നു എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലൈമാക്സിൽ വരുന്ന ഒരു അവതാരം ഉണ്ട്. VFXും CFXും ഒക്കെ എല്ലാം കൂടി ചേരുന്ന ഒരു സാധനം ഉണ്ട്. ആ സാധനത്തിലൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില സീനുകൾ ഒരു സിനിമാറ്റിക് ട്രിപ്പിക്കൽ സാധനമായിട്ട് എനിക്ക് തോന്നി. 2022 ഇറങ്ങിയ ആ കാന്താര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനേക്കാൾ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ അതിൻ്റെ ഹൈ സാധനമായിരിക്കും ഇത് എന്ന് പറയും. കുറച്ച് യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കലുഷിതമാണ് സംഭവം. എങ്കിൽ പോലും നല്ല സാധനം, നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലൻ സാധനം. 5ൽ ഒരു 4 മാർക്ക് ഞാൻ കൊടുക്കും. താങ്ക് യു.